പക്ഷേ വനിതാ വോട്ടർമാർ ഇത്രയും വലിയ ഒരു ലോട്ടായിട്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തിയതാണ് എൻ ഡി എക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ. കാരണം നിതീഷ് കുമാർ അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ വനിതകൾക്ക് വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 20 വർഷത്തെ ഭരണകാലയളവിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒരു സ്ത്രീ സൗഹൃദ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രമസമാധാന നിലയിലെ മാറ്റം, അതുകൂടാതെ തന്നെ ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള റോസ്കാർ യോജന ഉൾപ്പെടെ ഇതെല്ലാം നേരിട്ട് അനുഭവിക്കാൻ, ഇതിൻ്റെ ഗുണം ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ടൊക്കെ അവരുടെ അക്കൗണ്ടുകളിലൊക്കെ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രകടന പത്രികയിലും ഇതെല്ലാം ആവർത്തിക്കുന്നതും പുതിയ കുറേ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാഗ്ദാനവും BJP-യുടെ ഭാഗത്തു നിന്നുണ്ട്. RJDയും ഇതേ രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അല്പം കൂടി ജനങ്ങൾക്ക് കണക്ട് ചെയ്യപ്പെടുക. കാരണം നിലവിലെ ഒരു സർക്കാർ ഒരു വാഗ്ദാനം നൽകുമ്പോൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിലയിരുത്തലുകൾക്ക് ഇവിടെ സ്കോപ്പില്ല. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഒരു കുറച്ചുകൂടി ബെറ്റർ ആയുള്ള ഒരു പിക്ചർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.